ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. സ്ഥലം ഓലത്താന്നിയാണ്. എൻ്റെ പേര് ഗിരിജ. എനിക്ക് സുഖമില്ലാതായി 6 ദിവസം നെയ്യാറ്റിൻകര ആശുപത്രി കിടന്നു. അവിടെ നിന്ന് കുറവില്ലാതെ 9 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. അവിടെ നിന്നും കുറവില്ലാതെ അങ്ങനെ വന്നപ്പോൾ അരങ്ങൽ വസന്ത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പൂജപ്പര അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോകാമെന്ന്. അവിടെ കൊണ്ടുപോയാൽ നിനക്ക് സുഖമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പൂജപ്പര അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ എനിക്ക് നല്ല പൂർണ്ണമായി മാറി. അസുഖമെല്ലാം മാറി. അമ്മ എന്നെ മാറ്റി. അടുത്ത് എനിക്ക് അമ്മ പറഞ്ഞു, നിങ്ങൾ എന്നെ അസുഖങ്ങളെല്ലാം മാറ്റി. എന്നെ ഇപ്പം അസുഖങ്ങൾ ചെറുതായിട്ട് വരുമെങ്കിലും അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പവർ തരും. അല്ലെങ്കിൽ ഏതെങ്കിലും കോവിലിൽ പോകാൻ പറയും, കോവിലിൽ എന്തെങ്കിലും കൊടുക്കാൻ പറയും. അപ്പോഴും മാറ്റം ഉണ്ടാകും. ഇപ്പം നേരത്തതുപോലെ വലിയതായിട്ട് അസുഖമൊന്നുമില്ല. അത് കണ്ട് എൻ്റെ അസുഖത്തിൻ്റെ ഇത് കണ്ട് കുറഞ്ഞത് കൊണ്ട് എൻ്റെ ഭർത്താവും കൂടെ ഇപ്പോഴും അവിടെ പൂജപ്പര വന്നു. ഭർത്താവിനും ഇപ്പം അസുഖമൊക്കെ കുറവുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ മോളും അവിടെ പൂജപ്പര തന്നെ അമ്മയുടെ അടുത്ത് തന്നെ വന്ന് ഇപ്പം മോക്കും അങ്ങനെ നല്ല കുറവുണ്ട്. പിന്നെ എനിക്ക് 5 മക്കളുണ്ട്. നമുക്ക് വീട് പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ നമുക്കൊരു വീട് പൂജപ്പര ഭഗവാൻ ഒരു വീട് നമുക്ക് ഭഗവാനും അമ്മയും കൂടെ ശരിയാക്കി തന്ന്. നമ്മൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ശരിയാക്കി തന്ന് ഇവിടെ നമ്മൾ താമസമായി. കഴിഞ്ഞ മാസം 16-ാം തീയതി ഈ വീട്ടിൽ താമസമായി. ഭഗവാനും അമ്മയും കൂടെയാണ് നമ്മളെ കരകയറ്റി ഇതാക്കിയത്. അതുകൊണ്ട് എനിക്ക് 5 മക്കളുണ്ട്. അത് 5 മക്കൾക്ക് 5 മക്കൾക്കുണ്ട്. അതിലെനിക്ക് എൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ എൻ്റെ 3 മക്കൾക്ക് ഒരു ജോലി ഭഗവാനും അമ്മയും കൂടെ ചേർന്ന് തരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭർത്താവിനും ഒരു ഇതുപോലും ഭഗവാൻ വരുത്തരുത്. അപ്പം എനിക്ക് പൂർണ്ണമായി അസുഖം കുറവുണ്ട്.
അമ്മയും എനിക്ക് അസുഖമെല്ലാം മാറ്റി തന്നു. ഭഗവാനും അമ്മയും കൂടെ ചേർന്ന് എൻ്റെ അസുഖമെല്ലാം മാറ്റി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.